ഈ ഗൂഢാലോചന സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ചില പരിമിതികളുണ്ട്. അതായത് ഇന്നിപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഇവിടെ MN സ്മാരകത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന ആളുകൾ വളരെ കുറവാണ്. GR അനിലും അതുപോലെ ബിനോയ് വിശ്വവും മാത്രമാണ്. മറ്റുള്ള എല്ലാവരും തന്നെ ഓൺലൈനിലാണ്. അപ്പോൾ അവർക്ക് അതിനകത്ത് സെക്രട്ടറി യോഗത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും പുറത്തു പോകേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് തന്നെ അവർക്കുണ്ടായിട്ടുള്ള അതൃപ്തി അങ്ങേയറ്റം അവർ പരസ്യമായിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാം, ചില വാചകങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞൊരു വാചകമുണ്ട്. അങ്ങനെ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിട്ടുണ്ട് എങ്കിൽ അത് കടുത്ത മുന്നണി മര്യാദയുടെ ലംഘനമാണ്. അവിടെ CPI-യുടെ എതിർപ്പുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഇന്ന് രാവിലെ വന്നപ്പോൾ ഒപ്പിട്ടത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ് എന്ന് പറഞ്ഞ വാചകത്തിനപ്പുറത്തേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകേണ്ട വഴി ഇതല്ല എന്നുകൂടി CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ തെറ്റായ വഴിയിലൂടെയാണ് CPM പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് CPI-ക്ക് ബോധ്യമുണ്ട്. അത് CPM-നെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനുമപ്പുറത്തേക്ക് മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തി ഞങ്ങളെ ഇതൊന്നും ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി മന്ത്രി GR അനിലും പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ CPI-ക്കുള്ള അതൃപ്തി ഓരോരുത്തരായിട്ട് ഓരോന്നോരോന്നായി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ള അതൃപ്തി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കൃത്യമായിട്ട് ചർച്ച ചെയ്യും. അതിനുശേഷം ഈ പറയുന്ന മുന്നണി യോഗത്തിൽ LDF മുന്നണി യോഗത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇന്നിപ്പോൾ ചർച്ച ചെയ്യുക. അതിനകത്തൊരു കൃത്യമായിട്ടുള്ള ഫൈൻഡിങ്സിലേക്ക് എത്തി അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കാനായിരിക്കും CPM നേതൃത്വം ശ്രമിക്കുക. എന്തായാലും ഇതിനകത്ത് ആത്യന്തികമായിട്ട് എടുത്തു കാണേണ്ടത് CPI നേതൃത്വം ആദ്യം സ്വീകരിച്ച നിലപാടിൽ നിന്ന് ഇപ്പോഴും പിന്നോട്ട് പോയിട്ടില്ല. അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പിന്നോട്ട് പോക്ക് ഉണ്ടാകുമോ എന്നുള്ളത് കൂടി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ പിന്നോട്ട് പോയാൽ അത് CPI സംബന്ധിച്ചുകൊണ്ട് അങ്ങേയറ്റം രാഷ്ട്രീയമായിട്ടുള്ള നാണക്കേടായിരിക്കും, വലിയ തിരിച്ചടിയായിരിക്കും. അവർ സ്വീകരിക്കുന്ന നിലപാടിന് ഒരു കൃത്യമായ നിലപാടില്ലായ്മയായിട്ടത് വ്യാഖ്യാനിക്കപ്പെടും. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ CPI നേതൃത്വം ഇതിനകത്ത് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് കൂടി അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും അത്യന്തം നിർണായകമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് യോഗമാണ് MN സ്മാരകത്തിൽ പുരോഗമിക്കുന്നത്. ആ യോഗത്തിന് ശേഷം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ അവരുടെ നിലപാട്, നേരത്തെ ഉണ്ടായിരുന്ന നിലപാടിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കുറച്ചു നേരം കൂടി കാത്തിരുന്നാൽ അറിയാൻ കഴിയും. അമൃത. ശരി, ഷിജോ കുര്യനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.